ന്യൂസ് 18 ഈ മഹനീയമായിട്ടുള്ള ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കൂടുതൽ ദീർഘമായിട്ടുള്ള സംസാരത്തിലേക്ക് പോകുന്നില്ല. സംസാരിച്ചു തുടങ്ങിയ നേരത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു വന്നിരുന്നത് വയനാടിനെ കുറിച്ചായിരുന്നു. പറയാൻ കാരണവും വയനാട്ടിൽ കേരളത്തിലെ ഗവൺമെന്റ് എല്ലാവരെയും ചേർത്ത് നിർത്തിയ സമാനതകളില്ലാത്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവതാരകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ്. ഡിസംബർ 31 2025 വിട പറയുന്ന ഈ നേരത്ത് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെന്റ് എല്ലാ വിഭാഗം മനുഷ്യരെയും കൂട്ടിച്ചേർത്ത്, രാഷ്ട്രീയത്തിനതീതമായി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ അവസാനമെന്ന പോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പുനരധിവാസം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകി ഒരു കേരള മോഡൽ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു കേരള മോഡൽ സൃഷ്ടിച്ചുകൊണ്ട് പുതിയതായി സൃഷ്ടിക്കുന്ന നഗരത്തിലെ 250 വീടുകൾ പണി പൂർത്തിയാക്കിയാണ് 2026 കടക്കുന്നത്. 2026 തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന് വിളിക്കപ്പെടാവുന്ന ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കാൻ കഴിയും എന്ന ആത്മാർത്ഥമായ വിശ്വാസം അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ന്യൂസ് 18 നേതൃത്വത്തിലുള്ള ഈ അവാർഡ് കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ചൂരൽമലയിലെ ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്തെല്ലാം നഷ്ടപ്പെട്ട് ഭൂമുഖത്തു നിന്ന് പോലും ഇല്ലാതായ 298 മനുഷ്യരുടെ കൂടി ഓർമ്മ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഏറ്റുവാങ്ങുന്നത്. ഞാൻ പറഞ്ഞു വെച്ചത് കേരളത്തിന്റെ നിയമസഭയിൽ ഞാൻ പറഞ്ഞ ഒരു വരിയായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കടന്നു വന്നത്. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ തട്ടി നിൽക്കുന്ന നിരവധികളായിട്ടുള്ള ഓർമ്മകളുണ്ട്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാ ഭാഗത്തുമുള്ള സൈനികരെ കൂടി, കേരളത്തിലെ പോലീസിനെയും പൊതുജനങ്ങളെയും ഒക്കെ കൂട്ടി നാം നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെയും അന്വേഷണത്തിന്റെയും എല്ലാം വലിയ വേദനയുള്ള ഓർമ്മകൾ. ആ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത് 2024 ജൂലൈ മാസം 30 അർദ്ധരാത്രിയും കഴിഞ്ഞ് മേപ്പാടി ആസ്ട്ര മെഡിസിറ്റി ആശുപത്രിയുടെ ഭ്രാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ നടന്നുപോയ ഒരു പാതിരാത്രിയെക്കുറിച്ചാണ്. ആ നേരത്തെ വാട്സപ്പിൽ ഒരു സന്ദേശം വന്നു. ആ സന്ദേശം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, ഈ മിനിറ്റ് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ സന്ദേശമാണ്. സാധാരണ വാട്സപ്പിലെ സന്ദേശം അതത് നേരത്ത് നോക്കാൻ സമയമുള്ള ഒരാളല്ല ഞാൻ. അത്തരം ഒരു ക്രൈസ് ഉള്ള ഒരാളുമല്ല ഞാൻ. പക്ഷേ ആ ക്രൈസിസ് ഘട്ടത്തിൽ സന്ദേശങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് ഫോണിന് റേഞ്ച് ഇല്ലാത്തൊരു പ്രദേശത്ത് വാട്സപ്പ് സന്ദേശങ്ങളായി ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ ആർത്തിയോടെ 12:45 കഴിഞ്ഞ നേരത്തെ ആ സന്ദേശം എടുത്തു നോക്കി. പെൺകുട്ടി എന്ന വാക്ക് ഞാൻ ആവർത്തിച്ചു പറയുമ്പോഴും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തതുകൊണ്ട് മലയാളം കൊടുക്കുന്ന ഏറ്റവും വിശുദ്ധമായ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു പെൺകുട്ടിയാണവൾ. 3 വരികളെ ആ സന്ദേശത്തിലുള്ളൂ. ആ 3 വരികൾ ഇങ്ങനെയാണ്: സാർ, ചൂരൽമലയിലെ വാർത്തകൾ ടിവിയിൽ കണ്ട് കരള് പിടയുകയാണ്. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് 3 വരികളിൽ ദുരന്തത്തിന്റെ മുഹൂർത്തത്തിൽ ഒരു പെൺകുട്ടിയായ അമ്മ എനിക്ക് അയച്ച സന്ദേശം. അതാണ് യഥാർത്ഥത്തിൽ മലയാളം. കാലദേശങ്ങൾക്കപ്പുറത്ത് പേരറിയാത്തൊരു നാട്ടിൽ പൊക്കൾക്കൊടി ബന്ധമൊന്നുമില്ലാത്തൊരു കുഞ്ഞു മുലകുടിക്കാനാകാതെ ചുണ്ടു വിറയ്ക്കുന്നുണ്ടെന്ന് കേട്ടാൽ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിന്റെ മാതൃത്വം എന്നതാണ് ഈ മണ്ണിൽ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഉറപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റിൽ പങ്കാളിയാകുമ്പോൾ അഭിമാനത്തോടെ എല്ലാ ദുരന്തഘട്ടത്തിലും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു കാര്യം, മലയാളത്തിന്റെ ഈ കരുത്ത് ആരെല്ലാം എതിർത്താലും ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാതെ ഒരു കുട പോലെ സംരക്ഷിക്കാൻ നമുക്കാകും എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ അവാർഡ്. ആ ദുരന്ത ഭൂമിയിൽ ബാക്കി വരുന്ന മനുഷ്യരെ ആകെ സംരക്ഷിക്കാൻ, അവർക്ക് പുതുജീവിതം കൊടുക്കാൻ, കേരളത്തിന് ദുരന്ത നിവാരണ പ്രക്രിയയിൽ ഒരു കേരള മോഡൽ ഉണ്ടാക്കാൻ രാപ്പകലില്ലാതെ പ്രവർത്തിച്ച
ചരിത്രത്തിന്റെ ഭിത്തുകളിൽ ഒരു പേര് പോലും എഴുതി വെക്കാതെ അതിനോടൊപ്പം ഉണ്ടായ ആയിരക്കണക്കായ മനുഷ്യസ്നേഹികൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.